ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഫൈറ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് ലോങ്ങും ഷോർട്സൊക്കെ കുറേ നാളായിട്ട് ഇട്ടിട്ട് അപ്പോൾ ഇന്നലെ ഒരു വീഡിയോസ് ഇട്ടു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആണ് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഇത് കുറച്ച് നാളത്തെ മുന്നത്തെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വോയിസ് കൊടുത്ത് ഇങ്ങനെ ഇടാൻ കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോസാണ് കേട്ടത്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി ഒന്ന് പോവാമെന്ന് കേട്ടോ. പിന്നെ അതുമല്ല അവിടെ ഞങ്ങൾ റേഷൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനന്ന് ബസ്സിൽ പോകുന്നതുകൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും പോണത്. അപ്പോൾ ഇതേ ഞങ്ങളിങ്ങനെ എല്ലാവരും പിന്നെ കാക്കാക്ക് ലീവായിരുന്നു. അപ്പോൾ അങ്ങനെ കാക്കാനെ കൂട്ടിയിട്ട് അങ്ങനെ പോകുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോ തമാശകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വലുതിനാണ് ഭയങ്കര മടി കേട്ടോ വീഡിയോയിലൊക്കെ നിൽക്കാൻ. ചെറുതും പിന്നെ നടക്കാത്തതുമാണ് ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ വലുതിന് ഭയങ്കര മടി കേട്ടോ. വിളിച്ചാൽ തന്നെ ഇങ്ങനെ വരാനും അതിലൊന്ന് നിൽക്കാനൊക്കെ ഭയങ്കര മടി. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണം ഞങ്ങളിവിടെ വടവഞ്ചാലി എനിക്കൊരു പിന്നെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെ ഒരു ബോർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങളവിടെ വന്നിട്ട് നമ്മുടെ അടുത്ത് പാസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ തന്നെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ അവിടുന്ന് പാസ്സൊക്കെ എടുത്ത് കണ്ട് ഞങ്ങൾ ഇതാക്കി അങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കണ്ട് ഞങ്ങൾ പോണ വഴി അടിപൊളി കേട്ടോ. അപ്പോൾ അങ്ങനെ ചായച്ചട്ടിയൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തോട്ടോ. കാരണം നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ വെറുതെ ഉമ്മാനത്ത് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. വഴിയിൽ നിന്നാണ് കേട്ടോ ഉമ്മാനോട് പറയുന്നത് തന്നെ ഞങ്ങളങ്ങനെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളവിടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ല പോകണം കേട്ടോ, പോയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത് തന്നെ. അപ്പോൾ ഇതേ അങ്ങനെ ഞങ്ങൾ പോവാണേ. അപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പോകണം എന്താണെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് അവിടെ റേഷൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ റേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ച് വെറുതെ അവിടെ അങ്ങനെ പൂത്ത് കളയുന്ന നേരം നമുക്ക് പോയിട്ട് എടുക്കാമല്ലോ വിചാരിച്ചിട്ടോ. പിന്നെ കാക്കാനോട് പറഞ്ഞപ്പോൾ കാക്കാരന് ലീവ് ഉണ്ടാകുമ്പോൾ പോകാറുണ്ട് അങ്ങനെ നിന്ന്. അപ്പോൾ പിന്നെ ഏതായാലും പച്ചരി ഒന്നും കടി ഉണ്ടാക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതേതായാലും അങ്ങോട്ട് പോയിട്ട് കൊണ്ടുവന്നാൽ എന്നാൽ പിന്നെ പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ നമ്മൾ. ഈ പോണ എണ്ണക്കായല്ലേ ചിലവാകുള്ളൂ. അതാകുമ്പോൾ ഉമ്മാനെയൊന്ന് കാണാൻ അവിടെ ഒന്ന് പോയിട്ട് വരും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഉമ്മ പണിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ ഞങ്ങളിതേ നാടുകാണി ചുരത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇതാക്കണം പിന്നെ നമ്മൾ സ്വീറ്റ് കോൺ ഉണ്ടല്ലോ അത് വാങ്ങാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എപ്പോഴും ഏതായാലും പോകുമ്പോൾ ഇങ്ങനെ വിചാരിക്കും കേട്ടോ ഇതൊന്ന് വാങ്ങണം തിന്നണം എന്നൊക്കെ കേട്ടോ. ഞങ്ങളിതുവരെ അങ്ങനെ ഇത് പുഴുങ്ങിയിട്ട് ഇങ്ങനെ നമ്മൾ മസാലയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഞങ്ങളിതുവരെ. അപ്പോൾ എന്തായാലും ഇതേ ഒന്ന് ഒറ്റ എണ്ണ കേട്ടോ വാങ്ങി. അപ്പോൾ അങ്ങനെ നാലാക്കി കണ്ട് മുറിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരെണ്ണത്തിന് നമ്മൾ 50 രൂപയാണ് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്തൊക്കെയാണ് അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്നു മറ്റേ നമ്മളെ ക്യാരറ്റ് ഉണ്ടല്ലോ അങ്ങനെ അതിൻ്റെ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും പിന്നെ വേണ്ടാന്നാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയാണെന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണോന്ന് അറിയില്ല നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല എരിവും നല്ല ചൂടും ഇതൊക്കെ ആയപ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. പക്ഷേ ഒരെണ്ണം വാങ്ങിയതുകൊണ്ട് പിന്നെ ആർക്കാർക്കും പിന്നെ തികഞ്ഞതും ഇല്ല കേട്ടോ. കാരണം ഞങ്ങൾ വിചാരിച്ചു വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണിട്ടത് തിന്നണത് തന്നെ. അപ്പോൾ പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എന്തായാലും അതൊക്കെ തിന്ന് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പോന്നു കേട്ടോ. പിന്നെ അതേ നമ്മളെ ചുരത്തുമലയിലെ കാഴ്ചകളാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഇവിടെ അങ്ങനെ കാണാനൊക്കെ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എന്തെങ്കിലും ഇങ്ങനെ ഏതായാലും എടുക്കല് വിചാരിച്ചിട്ട് എന്തൊക്കെയോ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ നല്ല ഉച്ച സമയത്താട്ടോ പോയത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനെൻ്റെ എളാമാൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് കട ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറിയിട്ട് അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഉണ്ട് പോകുന്നത്. പക്ഷേ അവിടെ വർത്തമാനത്തിലൊക്കെ നിന്നുകൊണ്ട് പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ മറന്നു കേട്ടോ. കാരണം അവർക്കൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ നേരെ പോരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഉച്ച സമയത്തൊക്കെ ഇതിലിങ്ങനെ പോകുമ്പോണ്ടല്ലോ പിന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ. പിന്നെ മരങ്ങളുടെ ഇടയിൽ പോകാറുണ്ട് കാര്യമില്ല, ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നാമത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ വയനാട്ടിൽ നിന്ന് അങ്ങോട്ട് കിടക്കുമ്പോൾ തന്നെ ഭയങ്കര ചൂടാണ്. നമുക്ക് എങ്ങനെയായാലും നമ്മളെ ശരീരത്തിന് താങ്ങൂല കേട്ടോ. പിന്നെ ഒരു ദിവസം 2 ദിവസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങളിങ്ങനെ പോണ ഒരു വഴിയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഓരോന്നും അവിടെ ഇറങ്ങി നമ്മൾ ഐസ്ക്രീം അങ്ങനത്തെ ഒക്കെ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്തൊക്കെയും പിന്നെ കുരങ്ങും പിന്നെ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആനയൊക്കെ ഉണ്ടാകലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തി കണ്ടപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തണുപ്പത്തൊക്കെ മരത്തിൻ്റെ ഒക്കെ ഇടയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നാടുകാണി ചുരം ഇവിടെ അവസാനിക്കുക കേട്ടോ. ഇത് 1ാം വളവ് എത്തിട്ടോ. അപ്പോൾ ഈ ഒരു വളവ് കഴിഞ്ഞാൽ തന്നെ പിന്നെ ചുരത്തിൻ്റെ ആരംഭം അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ലൊരു ഇതാട്ടോ. പിന്നെ ഇവിടെ ആനയൊക്കെ ഉണ്ടായതുകൊണ്ട് പേടിയാട്ടോ ഇതിലങ്ങനെ നൈറ്റിനൊക്കെ വരാനൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യമൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ അതിൽ വന്നപ്പോൾ. അത് വൈകുന്നേരം ഒരു 6:30 മണിയൊക്കെ ആയപ്പോഴാട്ടോ കണ്ടത്. ഇപ്രാവശ്യം പോയപ്പോൾ പിന്നെ ഒന്നും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണം നമ്മൾ വൈക്കടവിൽ പിന്നെ എത്തിട്ടോ. പിന്നെ അവിടെ നിന്ന് എന്താക്കി വെള്ളമൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു. കാരണം ഉമ്മാനത്തേക്കല്ലേ പോകണതുകൊണ്ട് പിന്നെ വെള്ളമൊന്നും കുടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇരുന്നങ്ങാണ്ട് ഞങ്ങൾ എന്താക്കി അങ്ങനെ പിന്നെ വീട്ടിലേക്ക് എത്തിയ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാക്കും കേട്ടോ വീട്ടിലെത്തിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് സാധനം എടുത്ത് പോരുന്ന അതൊന്നും ഞാൻ വീഡിയോസിൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട നമ്മളൊന്ന് സപ്പോർട്ടാക്കണേ.